ഹലോ എവരി വൺ, വെൽക്കം ടു സ്മാഷ് OET. ഇന്ന് ഒരു അനദർ ഗ്രാമർ സെക്ഷനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. OET റൈറ്റിങ്ങിൽ ഗ്രാമറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരിക്കൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ OET റൈറ്റിങ്ങിൽ യൂസ് ചെയ്യാവുന്ന കുറച്ച് ഗ്രാമറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. പ്രപ്പോസിഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രപ്പോസിഷൻസിനെ കുറിച്ച് പ്രപ്പോസിഷൻസിൻ്റെ യൂസേജ് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ് OET റൈറ്റിങ്ങിൽ. പിന്നെ ഞാൻ ഒരു 2-3 പ്രപ്പോസിഷൻസ് നിങ്ങളെ പഠിപ്പിക്കാം. ടൈം, മന്ത് ഓർ ഇയർ, ഇങ്ങനെ ഇതിന് പിറകിൽ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻസിനെ കുറിച്ച് എപ്പോഴും സ്റ്റുഡൻസിന് കൺഫ്യൂസ് ആവാറുണ്ട്. അതിൽ നിന്ന് ഡിസ്കസ് ചെയ്യാം. ഇൻ, അറ്റ്, ഓൺ, ഈ 3 പ്രപ്പോസിഷൻസ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇൻ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, അറ്റ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, ഓൺ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, അത് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം. അറ്റ് എന്നുള്ള പ്രപ്പോസിഷൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലറായിട്ട് ഒരു ടൈം പറയുമ്പോഴായിരിക്കും. ഫോർ എക്സാമ്പിൾ, അറ്റ് 9 AM, ടുഡേ അറ്റ് 10 AM. അങ്ങനെ ഒരു പർട്ടിക്കുലറായിട്ട് ഒരു ടൈം പറയുമ്പോഴായിരിക്കും നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത്. ഓൺ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഓൺ എപ്പോഴും ഒരു ഡേറ്റിന് പിറകിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഓൺ 19th 2016 ഓർ ഓൺ 10th February 2015. ഈ 2 യൂസ് മനസ്സിലായല്ലോ. അടുത്തതായിട്ട് നമുക്ക് ഇൻ എവിടെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് പറയാം. ഇനൊരു മന്തിന് പിറകിൽ അല്ലെങ്കിൽ ഒരു ഇയറിന് പിറകിൽ നമ്മൾക്ക് കൊടുക്കാം. ഇൻ ഫെബ്രുവരി, ഇൻ ജൂലൈ, ഇൻ 2016, ഇൻ 2019. ഇനി ഇൻ മന്തും ഇയറും കൂടെ കൂടിയായിട്ട് വന്നാലും നമുക്കത് യൂസ് ചെയ്യാം. ഇൻ ഫെബ്രുവരി 2016, ഇൻ ജൂലൈ 2019. ഇപ്പോൾ ഇൻ, അറ്റ്, ഓൺ, ഈ 3 പ്രപ്പോസിഷൻസും എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ള മനസ്സിലായിട്ടുണ്ടല്ലോ. കൃത്യമായിട്ട് പഠിക്കുക, ബുക്കിൽ എഴുതി വയ്ക്കുക. റൈറ്റിംഗ് എഴുതുമ്പോൾ ഇതൊക്കെ നോക്കി എഴുതാനായിട്ട് ശ്രമിക്കുക. കുറച്ച് ദിവസം എഴുതി കഴിയുമ്പോൾ നമുക്കിത് ബൈ ഹാർട്ട് ആയിക്കോളും. എക്സാമിന് പോകുന്നതിന് മുന്നവും പ്രപ്പോസിഷൻസ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള നോക്കിയിട്ട് പോവുക. എന്തായാലും നമ്മൾക്ക് OET റൈറ്റിങ്ങിൽ ഇയറിനെ സ്പെസിഫൈ ചെയ്യാനോ ടൈമിനെ സ്പെസിഫൈ ചെയ്യാനോ ഉറപ്പായിട്ടും ഉണ്ടാകും. റൈറ്റിങ്ങിൽ അതുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രപ്പോസിഷൻസിൻ്റെ യൂസേജ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു ഗ്രാമർ സെക്ഷനും കൂടെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിന്ന് ഫോർ ദ ലാസ്റ്റ് ഓർ ഫോർ ദ പാസ്റ്റ്, സിൻസ്, ഈ 2 വാക്കുകളും എവിടെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് പഠിക്കാം. സിൻസ് എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് പർട്ടിക്കുലറായിട്ട് ഒരു ഇയർ സ്പെസിഫൈ ചെയ്യുമ്പോഴായിരിക്കും. ഫോർ എക്സാമ്പിൾ, സിൻസ് 2019, സിൻസ് 2016. ഇതിനെ നമുക്കൊരു ഫുൾ സെൻറ്റൻസ് ആക്കി നമ്മൾ പറയുവാണെങ്കിൽ, ഷീ ഹാസ് ടൈപ്പ് 2 ഡയബറ്റീസ് സിൻസ് 2016, ഷീ ഹാസ് ഹൈപ്പർ ടെൻഷൻ സിൻസ് 2022. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സിൻസ്. നെക്സ്റ്റ് ഫോർ ദ ലാസ്റ്റ് ഓർ ഫോർ ദ പാസ്റ്റ് ആണ്. ഷീ ഹാസ് ടൈപ്പ് 2 ഡയബറ്റീസ് ഫോർ ദ ലാസ്റ്റ് 3 years, ഫോർ ദ ലാസ്റ്റ് 2 years. രണ്ടിൻ്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഫോർ ദ ലാസ്റ്റ് ഉപയോഗിക്കുന്നത് എപ്പോഴും ഒരു പർട്ടിക്കുലറായിട്ടൊരു ടൈം പീരീഡിനെ സ്പെസിഫൈ ചെയ്ത് കഴിയുമ്പോഴാണ്. അപ്പോൾ 2 yearsന് മുന്നേ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 10 monthsന് മുന്നേ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 10 months തൊട്ടുണ്ട്, അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഫോർ ദ ലാസ്റ്റ് അല്ലെങ്കിൽ ഫോർ ദ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ച പ്രപ്പോസിഷൻസ് ഫോർ ദ ലാസ്റ്റ് ഓർ ഫോർ ദ പാസ്റ്റ്, സിൻസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാം നോട്ട് ചെയ്ത് വെക്കണം. കൃത്യമായിട്ട് അതനുസരിച്ച് റൈറ്റിംഗ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാവർക്കും റൈറ്റിംഗ് നന്നായിട്ട് എളുപ്പമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.